ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 184 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ശൗൽ മരിച്ചു, ദാവീദ് രാജാവാകുന്നു. 2 ശമൂവേൽ 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. 2 ശമൂവേൽ 3:1 മുതൽ ശൗലിന്റെ ഗ്രഹവും ദാവീദിന്റെ ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. അവിടെ വായിക്കുന്നത് ദാവീദിന് ബലം കൂടിക്കൊണ്ടിരുന്നു, ശൗലിന്റെ ഗ്രഹം ക്ഷയിച്ച് പോകുന്നു. ഒരു കാര്യം ഓർക്കുക, ജഡികന്മാർ എത്ര പ്രശ്നമുണ്ടാക്കും തോറും ആത്മാവിൻ്റെ ബലം കൂടിക്കൂടിയേ വരികയുള്ളൂ. ജഡികന്മാർക്ക് അധികം നാളെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നും കൂടെ ഓർത്തുകൊള്ളുക. ആത്മീകൻ ജഡികനെ പോലെ അയാൾ പരാജയം ഉണ്ടാകും. ദാവീദിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില പരാജയങ്ങൾ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. 2 ശമൂവേൽ 6-ാം അധ്യായം 1-ാമത്തെ വാക്യം. പെട്ടകം ഇപ്പം ഇവരുടെ കയ്യിലില്ല, അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അനന്തരം ദാവീദ് 30,000 സകല വിരുദ്ധന്മാരുമായി സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ വിളിക്കപ്പെട്ടിരിക്കും ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവരുവാൻ തീരുമാനിച്ചു. അവിടെയാണ് പരാജയം സംഭവിച്ചത്. ഇത് വിരുദ്ധന്മാരെ ദൈവസഭയ്ക്ക് ആവശ്യമില്ല, അത് പുറത്തു അകത്ത് വേണ്ട. എന്നാൽ ആത്മീയ വീരന്മാരെ, പ്രാർത്ഥനാ വീരന്മാരെയാണ് നമ്മുടെ സഭകൾക്ക് ആവശ്യമായിരിക്കുന്നത്. ഇവിടെ സകല ബിരുദന്മാരുണ്ട്. ഇന്നത്തെ പല പരാജയത്തിൻ്റെ കാര്യം ബിരുദന്മാരെ ഉൾപ്പെടുത്തുന്നതിനാലാണ്. ബിരുദന്മാർക്ക് ആത്മീയ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടെന്നേ, ചില പേര് കേട്ടാൻ വേണ്ടി. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, അവരെ ഒന്നും ആത്മീയ കാര്യങ്ങൾക്ക് ഉൾപ്പെടുത്തരുത് എന്ന് ഓർപ്പിക്കുന്നു. പെട്ടകം കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു പുതിയ വണ്ടി ഉണ്ടാക്കി. പഴയ വണ്ടിക്ക് പെയിന്റ് അടിച്ച് പുതുതാക്കിയൊന്നുമല്ല, പുത്തൻ ഒരു വണ്ടിയൊക്കെ ഉണ്ടാക്കി. അത് പ്രമാണം വിട്ടുള്ള പരിപാടി ആരംഭിച്ചു. നാം എത്ര വലിയ ആളുകളാണേലും പ്രമാണത്തിന് എപ്പോഴും വിലയുണ്ട്. പ്രമാണം വിട്ട പദ്ധതി ദൈവത്തിന് ഇഷ്ടപ്പെടുന്നില്ല. പുതിയ കാളവണ്ടിയെ കയറ്റി പറഞ്ഞാൽ ആരാധനയുടെ ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ മാറ്റി. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, പെട്ടകം ചുമക്കേണ്ടത് സാധാരണക്കാരല്ല, കാളവണ്ടിയിലുമല്ല. പിന്നെ ആരാ ചുമക്കേണ്ടത്? യോശുവ 3:18 പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ യോർദാന്റെ വെള്ളത്തിൽ കാലുവെച്ചു. വെള്ളത്തിൻ്റെ ഒഴുക്ക് അവിടെ നിന്നു, വെള്ളം ചിറ പോലെ കെട്ടി നിന്നു. അവിടെ പുരോഹിതന്മാരാണ് പെട്ടകം ചുമക്കേണ്ടത്. കാലം മാറുമ്പോളെ ഉപദേശവും ആരാധന രീതിയൊന്നും മാറ്റാൻ ദൈവസഭയ്ക്ക് പാടില്ല.
2 ശമൂവേൽ 6:5 അവിടെ വായിക്കുമ്പോൾ സകല വാദ്യോപകരണങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ പാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന 2-3 ഉപകരണമേ ഉള്ളൂ. അവിടെ സകല വാദ്യ ഉപകരണങ്ങളെ അത് നന്നായിട്ട് നല്ലതുപോലെ കൊണ്ട് വായിച്ചപ്പോളെ ആളുകൾ നൃത്തം ചെയ്യാൻ തുടങ്ങി. ഒരു കാര്യം മനസ്സിലാക്കണം, നൃത്തം എല്ലാം ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനാണോ അതോ സ്വന്തം കാര്യത്തിന് വേണ്ടി ഒരു വിപ്ലവം ഉണ്ടാക്കുന്ന നൃത്തമാണോ എന്ന് ചിന്തിക്കണം. ഇന്നത്തെ നൃത്തങ്ങളൊക്കെ ഒന്ന് നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. നിത്യതയൊന്നും ഒരു കാര്യമൊന്നുമില്ല, കൂടുമ്പോഴൊക്കെ ഒരു നൃത്തം ചെയ്യണം. അങ്ങനത്തെ പദ്ധതികളുണ്ട്. വണ്ടി മുന്നോട്ട് പോയി, നൃത്തവും അതിൻ്റെ താളത്തിനൊത്തവണ്ണം പോയി. നാഗാന്റെ കളത്തിലെത്തി വണ്ടി. അവിടെ വായിക്കുന്നത് കാള വിരണ്ടു. കാളയ്ക്കു മനസ്സിലായി, എൻ്റെ ചിന്താഗതിയാണ്, ഞാനല്ല ഇത് വഹിക്കേണ്ടത് എന്ന് കാളയ്ക്ക് പിടികിട്ടി കാണും. കാള വിരണ്ടപ്പോൾ വണ്ടിയുടെ നിയന്ത്രണം വിട്ടു. പെട്ടകം താഴെ വീഴാൻ തുടങ്ങി. ഉസയെന്ന് പറഞ്ഞ ആളായിരുന്നു വണ്ടി തെളിയിച്ചത്. പക്ഷെ പുള്ളി കയറി പെട്ടകം പിടിച്ചെന്നേ. ഒരു നല്ല കാര്യമല്ലേ ഉസ ചെയ്തത്? അവിടെ വായിക്കുന്നത്, ഉസ പെട്ടകത്തിൻ്റെ പിടിക്കാൻ വേണ്ടി ചെന്നു. പക്ഷേ യഹോവയുടെ കോപം ജ്വലിച്ചു. അവിടെ വെച്ച് ഉസയെ സംഹരിച്ചു. ഒരു നല്ല കാര്യം ചെയ്തപ്പോഴേ ഇങ്ങനെ ചെയ്തോ എന്നൊക്കെ ചിന്തിച്ചേക്കാം. പക്ഷേ ഉസയായിരിക്കും പിന്നെ പെട്ടകത്തിൻ്റെ മുഴുവൻ കൺട്രോൾ. അവിടെ ദൈവം നമ്പുരാൻ മനസ്സിലാക്കി, നീയല്ലേ പെട്ടകം ചുമക്കേണ്ടത്, നീയല്ലേ പെട്ടകം സൂക്ഷിക്കേണ്ടത്, യഹോവയായ ദൈവമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയും കൂടെ അവരുടെ ഘോഷയാത്ര അവിടെ അവസാനിച്ചു. പെട്ടകം എന്ത് ചെയ്യണം നോക്കിയപ്പോളെ ഇത്യനായ ഓബേദോദ് എന്ന് പറഞ്ഞ ഒരാളുടെ വീട് കണ്ടു. എങ്ങനെങ്കിലും ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകണം. ദാവീദും കോട്ടും എല്ലാം തീരുമാനിച്ചു. എങ്ങനെയോ അത് പൊക്കിയെടുത്ത് ഓബേദോദിന്റെ വീട്ടിൽ കൊണ്ടുചെന്നു. അവിടെ വായിക്കുന്നത്, ഓബേദോദ് ഭയപ്പെട്ടു. കാരണം പെട്ടകം താങ്ങിയൊരുത്തൻ ചത്തുപോയി. പെട്ടകം എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ എന്തായി തീരും? അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്കിതിനെ പറ്റി ഒന്നും അറിയേല. അവിടെ 3 മാസം പെട്ടകം ഇരുന്നു. അവിടെ ഒരു പ്രത്യേക പ്രയോഗമുണ്ട്. പെട്ടകം അവന്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. അവരെയും അവരുടെ കുടുംബത്തെയും പെട്ടക നിമിത്തം അനുഗ്രഹിച്ചു. ക്രിസ്തുവാകുന്ന പെട്ടകം നമ്മുടെ ഭവനത്ത് വന്നാൽ നമ്മുടെ വീടിന്റെ തന്നെ ഗതിയും മാറും, അനുഗ്രഹങ്ങളുടെ വഴിയൊരുക്കും എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാനിവിടെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. തുടരും. എനിക്ക് പറയാനുള്ള ഏക കാര്യം, ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. നിങ്ങളും അംഗമാകുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.